മുഖം തുറന്നെങ്കിലും ഒടുവിൽ നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിന് വഴങ്ങി കെ മുരളീധരൻ. ചെങ്ങന്നൂരിൽ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. KPCC പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതുകൊണ്ട് വിട്ടുനിൽക്കാൻ മുരളീധരൻ തീരുമാനിച്ചത്. മുരളീധരൻ നിർദ്ദേശിക്കുന്നവരെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പ് നേതൃത്വം നൽകിയതായാണ് സൂചന. ബുധനാഴ്ച മുരളീധരനുമായി KC വേണുഗോപാൽ ചർച്ച നടത്തും. പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കിയാണ് വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് കെ മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന മുരളീധരൻ ജാഥ ക്യാപ്റ്റൻ തന്നെ ജാഥയുടെ സമാപനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കോൺഗ്രസിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. തുടർന്ന് നേതാക്കൾ നടത്തിയ അനുനയ നീക്കത്തിലാണ് മുരളീധരൻ വഴങ്ങിയത്. മലയാള മാസം ഒന്നായതിനാൽ ഗുരുവായൂരിലേക്ക് പോകുന്നു എന്നാണ് മുരളീധരൻ നേരത്തെ വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് അനുനയ നീക്കത്തെ തുടർന്നാണ് മുരളീധരന്റെ ചെങ്ങന്നൂരിലേക്കുള്ള യാത്ര. ചെങ്ങന്നൂരിലേക്ക് പുറപ്പെട്ടുവെന്നും 6:30 സമാപന നഗരിയിലെത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ചെങ്ങന്നൂരിലേക്ക് പോവുകയാണോ? അതെ. എത്ര മണിക്ക് എത്തുക? ഒരു 6:37 ആവും. പങ്കെടുക്കും അല്ലേ സമ്മേളനത്തില്? അതെ. പ്രശ്നങ്ങൾ 22-ന് ചർച്ച ചെയ്യാമെന്ന് KC വേണുഗോപാൽ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പരിപാടിയിൽ മുരളീധരൻ പങ്കെടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് മുരളീധരൻ ഗുരുവായൂരിലേക്ക് പോയത്. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. ഇത്രയും ചോദ്യം നിങ്ങൾ അതൊന്നും ഈ ചോദ്യമൊന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിൻ്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചുകൊണ്ട് കോൺഗ്രസ്സിൽ വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസ്സിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. പുനഃസംഘടനയിൽ ഇത്രയും തൃപ്തി മുൻപ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന പരിഹാസമായിരുന്നു K സുധാകരന്. ഒന്നും അനുടയ്ക്കൊന്നും കിട്ടൂല, നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പരിപാടിക്ക് വന്നതാണ് കേട്ടോ. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല. വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിന് ശേഷം ഇടഞ്ഞു നിൽക്കുന്ന മറ്റു നേതാക്കളുമായും പുനഃസംഘടനാ വിഷയം ചർച്ച ചെയ്യാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.